ഇന്ന് നമുക്ക് ഇഫ്താർ സ്പെഷ്യലായിട്ട് ഒരു അടിപൊളി ബ്രെഡ് കാരമൽ പുഡിംഗ് ഉണ്ടാക്കാം. അതും വളരെ എളുപ്പത്തിൽ തന്നെ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു അടിപൊളി ഡെസേർട്ടാണിത്. അതിനായി ഒരു പാനിൽ നമുക്ക് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതിനായി 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉരുകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. കാരമലൈസ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ പാത്രം ഒന്ന് ചൂടായി വരുമ്പോൾ ഇത് തന്നെ പഞ്ചസാര ഒന്ന് ഉരുകി വരുന്നതായിട്ട് നമുക്ക് കാണാം. ഏകദേശം പഞ്ചസാര ഇതുപോലെ മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് പതുക്കെ ഇളക്കി കൊടുക്കാം. ഇതുപോലെ മുഴുവനായിട്ട് തന്നെ പഞ്ചസാര കാരമലൈസ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇനി പുഡിങ്ങിന് ഉപയോഗിക്കുന്ന പാത്രത്തിലോട്ട് വേണം നമ്മൾക്ക് ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇവിടെ ഞാൻ ചെറിയൊരു ടിഫനാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് നമുക്ക് ഈ പഞ്ചസാര പാവ് ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാം. ഈ പാത്രം ഇനി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് 2 മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചിട്ടുള്ളത്. ഇനി ഇതിലോട്ട് 4 സ്ലൈസ് ബ്രെഡ് കുഞ്ഞു പീസുകളാക്കി നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. 4 സ്ലൈസ് ബ്രെഡിനാണ് ഞാനിവിടെ 2 മുട്ടയുടെ കണക്ക് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി 1/2 കപ്പ് തിളപ്പിച്ച പാല് കൂടി നമുക്ക് ഇതിലോട്ട് ഒഴിച്ച് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പഞ്ചസാര ഇട്ടിരിക്കുന്ന പാത്രത്തിലോട്ട് വേണം ഇത് അരിച്ചൊഴിക്കാനായിട്ട്. ഏകദേശം ഈ ഒരു പരുവം ആവുന്നത് വരെ വേണം നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് ലൂസായി പോവരുത്. അങ്ങനെ നമ്മൾ ഈ പാത്രത്തിലോട്ട് മുഴുവനായിട്ട് തന്നെ ഒഴിച്ച് നന്നായി ഒന്ന് അരിച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് ഒരു അലുമിനിയം ഫോയിൽ ഉപയോഗിച്ചൊന്ന് കവർ ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിൽ ഒരു 20 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാനാണ് പോകുന്നത്. അങ്ങനെ പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. നമുക്കിത് 20 മിനിറ്റിന് ശേഷം തുറന്നു നോക്കാം. അങ്ങനെ നമ്മളുടെ പുഡിംഗ് തുറന്നു നോക്കാൻ പോവുകയാണ്. അങ്ങനെ നമ്മളുടെ അടിപൊളിയായിട്ടുള്ള കാരമൽ ബ്രെഡ് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. കാണാൻ തന്നെ എന്ത് രസമാണ്. നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ അടിപൊളിയായിട്ടുള്ള പുഡിംഗ് റെഡി ആയി കഴിഞ്ഞു. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇത് തീർച്ചയായും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം.